blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. നിങ്ങൾ ഇന്ന് കാണുന്നത് ബ്ലെസ്സിങ് ടുഡേയുടെ 300ാമത്തെ എപ്പിസോഡാണ്. ഈ 300 എപ്പിസോഡുകൾ അത്ഭുതകരമായി ഇതിൻ്റെ പിന്നുള്ള കാര്യങ്ങളെല്ലാം നടത്തുവാൻ കർത്താവ് നമ്മോട് കൃപ ചെയ്തു. ചാനലിനോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സകലരോടും, സ്പോൺസേഴ്സിനോടും, വ്യൂവേഴ്സിനോടും എല്ലാവരോടും പ്രത്യേകിച്ച് യേശുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ഷാലു ഐപ്പ് ആൻഡ് ഫാമിലി. അവരുടെ മകൾ ഷൈന മോളുടെ ബർത്ത്ഡേ ആണെന്ന്. നമുക്ക് ഒരുമിച്ച് ആ മോൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഷൈന മോൾക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ മേൽ വലിയ അനുഗ്രഹങ്ങൾ വരട്ടെ. ഷൈന മോൾ ഇപ്പോൾ കർത്താവെ 10th ബോർഡ് എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്നു. അവളുടെ എല്ലാ എക്സാം നന്നായി ചെയ്യാൻ കർത്താവ് സഹായിക്കണം. എക്സാം റിസൾട്ടിനായി പ്രാർത്ഥിക്കുന്നു. ആത്മീയ വളർച്ചയ്ക്കായി, നല്ലൊരു ഭാവിക്കായി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ മോളെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Many, many happy returns of the day, Shaina Mol. God bless you. We all will pray for you again. എല്ലാ ദിവസവും മാർച്ച് മാസത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്ക് ഈ സമയത്ത് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും ഓടി വരിക. മാതാപിതാക്കളോട് ചേർന്ന്, എല്ലാവരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ സബ്ജക്റ്റ് ഒരുപക്ഷെ വളരെ പ്രയാസമുള്ളതാകാം, എന്നാൽ യേശു സകലവും എളുപ്പമാക്കി തീർക്കുന്ന ദൈവമാണല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ. മൃദുവായതും ലഘുവായതുമായ ചുമടും മികവും നൽകുന്ന കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇന്ന് കർത്താവെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നവർ പഠിച്ചതെല്ലാം പ്രത്യേകിച്ച് എക്സാം ഹാളിൽ അത് ഓർമ്മയിൽ വരട്ടെ. ധൈര്യത്തോടെ, ആങ്സൈറ്റി ഇല്ലാതെ എഴുതുവാൻ കർത്താവ് സഹായിക്കണമേ. ഒരു നല്ല റിസൾട്ട് ഇപ്പോഴേ കർത്താവെ അവർക്ക് കൊടുക്കുവാനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലകളിലും കർത്താവരോട് കൂടെയിരിക്കണമേ, അധ്യാപകരോട് കൂടെയിരിക്കണമേ. ഇതിലൂടെ കർത്താവെ ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നിങ്ങളുടെ പരീക്ഷാ ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, പരീക്ഷയുടെ ടൈം ടേബിൾ എന്നിവ ഫോട്ടോ സഹിതം അയയ്ക്കുക. സ്റ്റാമ്പ് ഒട്ടിച്ച് കവർ അയക്കുന്നവർക്ക് വിദ്യാർത്ഥികളുടെ സങ്കീർത്തനം എന്ന പ്രാർത്ഥന സൗജന്യമായി അയച്ചു തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024. The 7 I Ams of Christ. യേശു കർത്താവിൻ്റെ ഞാൻ ആകുന്നു എന്നുള്ള 7 പ്രസ്താവനകൾ, അതിനെക്കുറിച്ച് ഇന്നലെ നാം തുടങ്ങി വെച്ചു. നമ്മൾ ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലൊക്കെ അത് തുടരുന്നതായിരിക്കും. ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യരുത്. ഇന്നലെ നമ്മൾ കണ്ടത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ, അതിനെ തുടർന്ന് പല അധ്യായങ്ങളിലും 10-ാം അധ്യായം, 14-ാം അധ്യായം, 15-ാം അധ്യായം, 8-ാം അധ്യായം, ഇതിലൊക്കെ ആ അധ്യായങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്ത ദ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ക്രൈസ്റ്റ്, കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് തന്നെ പരിചയപ്പെടുത്തിയ 7 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നതിൽ ഒന്നാമത്തേത് ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാകുന്നു. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ കണ്ടു. അത് പറയുന്നതിന് തൊട്ട് മുമ്പ് ആയിരങ്ങൾക്ക് യേശു അപ്പം വർദ്ധിപ്പിച്ച് നൽകി. അതിന് ശേഷമാണ് കർത്താവ് പറഞ്ഞ് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളിപ്പോൾ കഴിച്ച ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിനുള്ളതാണെങ്കിൽ ആത്മാവിനുള്ള, നിത്യജീവനുള്ള ആഹാരമാണ് ഞാൻ. ഇതാണ് യേശു പറഞ്ഞത്.
എന്നാൽ അതിൻ്റെ പിന്നിലേക്ക് കുറച്ചുകൂടി പോയി ഞാൻ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. നോട്ട്ബുക്ക് എടുക്കുക, പെന്നെടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുകയോ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്ത് കയറ്റുകയോ മൊബൈൽ ഫോണിലെങ്കിലും ഈ റെഫറൻസുകളും പ്രധാനപ്പെട്ട കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് വെക്കുക. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി നോട്ട്സ് എഴുതിയിട്ടുണ്ടെന്ന് കണ്ടാൽ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം, കുറിച്ചു വയ്ക്കുക. 2 രാജാക്കന്മാർ പഴയ നിയമത്തിലാണ്. 4-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഏലീശ എന്നൊരു പ്രവാചകൻ, അന്ന് ആ തലമുറയിൽ ജീവിച്ചിരുന്നൊരു പ്രവാചകൻ, താൻ ഏതാണ്ട് 100ഓളം പേർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ച ഒരു ചരിത്രം അവിടെ കാണുന്നുണ്ട്. തീർന്നില്ല. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 16-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ മോശെ ഏതാണ്ട് 40ഓളം വർഷങ്ങൾ മരുഭൂമിയിൽ, ആ ഒന്നുമില്ലാത്ത, കൃഷിയില്ല, മനുഷ്യരില്ല, കടകളില്ല, ബേക്കറിയില്ല, കിച്ചണില്ല, ഒന്നുമില്ലാത്ത ആ സ്ഥലത്ത് മരുഭൂമിയിൽ 40 വർഷം കൂടെ ഉണ്ടായിരുന്ന ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന മനുഷ്യർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്തു, അപ്പം കൊടുത്തു. കേട്ടിട്ടുണ്ട്, ആകാശത്ത് നിന്നും മന്ന പൊഴിഞ്ഞു. അങ്ങനെ അപ്പം കൊടുത്ത ഒരു ചരിത്രം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിൽ ചില ദൈവപുരുഷന്മാർ അത്ഭുതകരമായി ജനത്തിന് ഭക്ഷണം കൊടുത്തു. യേശു പറയുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായുള്ള ഭക്ഷണം ഞാനിപ്പോൾ തന്നു, അല്ലെങ്കിൽ ഐ ആം ദ ബ്രെഡ് ഗിവർ ഫോർ യുവർ ഫിസിക്കൽ ബോഡീസ്, ബട്ട് നോട്ട് ഓൺലി ദാറ്റ്, ഐ ആം ദ സ്പിരിച്വൽ ബ്രെഡ് ഗിവർ. ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനാവശ്യമുള്ള ഭക്ഷണവും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് എന്നത് യേശു അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഐ എം റിയലി എക്സൈറ്റഡ്. കാരണം നമ്മുടെ യേശു എത്ര നല്ല രീതിയിൽ തൻ്റെ ഒരു ടീച്ചിങ് പോലും തൻ്റെ ലൈഫിലൂടെ താൻ ആരാണ് എന്ന് തെളിയിച്ച് അതോടൊപ്പമുള്ളൊരു ഡെക്ലറേഷൻ ആണ് നമ്മൾ കാണുന്നത്. ഇനി ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ മോശെ മരുഭൂമിയിൽ അനേക ലക്ഷങ്ങൾക്ക് അത്ഭുതകരമായി ഭക്ഷണം കൊടുത്തു. അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ പോലെ മാത്രമേ യേശു ഇവിടെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ മോശെ നൽകിയ അപ്പവും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ജീവൻ്റെ അപ്പവും, അപ്പം കൊടുത്ത ആ റൊട്ടിയെക്കുറിച്ചല്ല പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ നൽകുന്ന സ്പിരിച്വൽ ബ്രെഡ്, ആത്മാവിൻ്റെ ആ അപ്പവും ജീവൻ്റെ അപ്പവും തമ്മിലുള്ള വ്യത്യാസം, ആ കോൺട്രാസ്റ്റ് അവിടെ യേശു പല പ്രാവശ്യം തെളിയിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6-ാം അധ്യായം എടുത്തു പിടിച്ച ശേഷം, യോഹന്നാൻ 6-ാം അധ്യായം എടുത്തു പിടിച്ച ശേഷം ഞാൻ പറഞ്ഞ ചില വാക്യങ്ങൾ ഒന്ന് നോക്കിയാൽ, ചില വാക്യങ്ങൾ ഒന്ന് നോക്കാം. 32-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, ദ ഫാദർ ഗേവ് മന്ന ഫ്രം ഹെവൻ. മോശയാണ് നിങ്ങൾക്ക് മരുഭൂമിയിൽ അപ്പം തന്നത് എന്നൊക്കെയാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ എൻ്റെ പിതാവ്, സ്വർഗത്തിലെ പിതാവാണ് അന്നും നിങ്ങൾക്ക് മന്ന തന്നത്. 49-ാമത്തെ വാക്യം, അതേ അധ്യായത്തിൽ 49-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ദോസ് ഹു എയ്റ്റ് മന്ന ഡൈഡ് ലേറ്റർ. അന്ന് ആ മന്ന കഴിച്ചവരെല്ലാം പിന്നീട് മരിച്ചു. അതിൻ്റെ അർത്ഥം, അന്ന് കഴിച്ച മന്നയ്ക്ക് അവർക്ക് നിത്യജീവൻ നൽകാൻ സാധിച്ചില്ല. അവരെല്ലാം പിന്നീട് മരിച്ചു. കാരണം അത് ഭൗതികമായ ഒരു ഭക്ഷണം മാത്രമായിരുന്നു. മാത്രമല്ല, ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന വേറൊരു കാര്യം, എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്നും അവർക്ക് ഭക്ഷണം ഇങ്ങനെ പൊഴിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ ആ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ മന്ന പൊഴിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും അവർ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ
സ്വർഗത്തിൽ നിന്നും മന്ന ഓൾറെഡി അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ പൊഴിഞ്ഞ് കൂടാരത്തിന് ചുറ്റും അത് വീണ് കിടക്കും. അതിൻ്റെ മുകളിൽ മഞ്ഞ് വീണ് കിടക്കും. ആ മഞ്ഞുപാളികൾ മാറ്റി അതിനകത്ത് നിന്നും ഈ അപ്പം എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള രുചികരമായ രീതിയിൽ കുക്ക് ചെയ്ത് അവർക്ക് കഴിക്കാം. ആ രീതിയിലുള്ളൊരു പ്രൊവിഷനാണ് ദൈവം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ ദിവസവും ആയിരമായി ഈ അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും കർത്താവ് പൊഴിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ യേശു നൽകുന്ന അപ്പം അങ്ങനെയല്ല. മോശ നൽകിയ അപ്പവും യേശു നൽകുന്ന അപ്പവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ അധ്യായത്തിൽ അത് യേശു വ്യക്തമായി എടുത്തു കാണിക്കുന്നുണ്ട്. യോഹന്നാൻ 6:48 മുതൽ താഴേക്കുള്ള ചില വാക്യങ്ങൾ നമുക്ക് ഈ സമയത്ത് വായിച്ചു നോക്കാം. ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നിട്ടും മരിച്ചു. 50-ാമത്തെ വാക്യം, എന്നാൽ തിന്നുന്നവർ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന അപ്പമോ എൻ്റെ ശരീരം ആകുന്നു. യേശു ഇത്രയും നേരം ഞാൻ ജീവനുള്ള അപ്പമാകുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശു ഉദ്ദേശിച്ചത് തൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. തൻ്റെ ശരീരമാണ് നമുക്ക് വേണ്ടി നൽകപ്പെടുന്ന ജീവൻ്റെ അപ്പം. അടുത്ത ചില വാക്യങ്ങളിലൂടെ നമുക്ക് വായിക്കാം. 52-ാമത്തെ വാക്യം, അപ്പോൾ യഹൂദന്മാർ തമ്മിൽ രൂക്ഷമായി തർക്കിച്ചു തുടങ്ങി. അവരപ്പൊക്കെ തിന്നെങ്കിലും ഇതിന് ശേഷം ഈ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായൊരു ആർഗ്യുമെൻ്റ് അവിടെ ഉണ്ടായി. നമുക്ക് ഭക്ഷിക്കുവാൻ തൻ്റെ ശരീരം തരാൻ ഇദ്ദേഹത്തിന് എങ്ങനെ കഴിയും? അവർ ചോദിക്കുകയാണ്. കാരണം അവരുടെ സെൻസിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യേശു എങ്ങനെയാണ് തൻ്റെ ശരീരം നമുക്ക് തിന്നാൻ തരുന്നത്? മനുഷ്യ മാംസം നമ്മൾ കഴിക്കണമോ? ഈ പറയുന്ന യേശുവിൻ്റെ ശരീരം നമ്മൾ മുറിച്ച് തിന്നണോ? 53-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളിൽ ജീവൻ ഇല്ല. വളരെ ശക്തമായും വ്യക്തമായും കർത്താവ് പറയാൻ, മനുഷ്യപുത്രൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കുക, അതുപോലെ അവൻ്റെ രക്തം കുടിക്കാൻ നിങ്ങൾക്ക് നിത്യജീവനില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം എൻ്റെ ശരീരമാകുന്നു. ഇതാണ് യേശു പറഞ്ഞു വന്നതിൻ്റെ സാരം. ഇനി ആ അധ്യായത്തിൻ്റെ ഒരു രസകരമായ വസ്തുത, 6-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞാൽ 5000-ഓളം പുരുഷന്മാർ, പിന്നെ സ്ത്രീകൾ, കുട്ടികൾ എല്ലാം കൂടെ ചേർന്ന് ഒരു 10-20,000-ഓളം ആളുകളാണ് അവിടെ കൂടിയിരിക്കുന്നത്. അവർക്കെല്ലാം യേശു ഭക്ഷണം കൊടുത്തു. പക്ഷെ ഈ ടീച്ചിങ് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കരമായത് സ്വീകരിക്കാൻ കഴിയാതെ അവരെല്ലാവരും, പിന്നീട് നമ്മൾ കാണുന്നത് ഈ കൂട്ടം തന്നെ തർക്കിച്ച് പിരിഞ്ഞു. അവസാനം യേശുവും തൻ്റെ ശിഷ്യന്മാരും മാത്രം. 6-ാം അധ്യായം ആരംഭിക്കുന്ന ഒരു വലിയ പുരുഷാരത്തോടു കൂടിയാണെങ്കിൽ അവസാനിക്കുന്നത് ഏതാനും മനുഷ്യർ മാത്രമേ യേശുവിൻ്റെ ഒപ്പം ഉള്ളൂ. കാരണം അവർക്ക് ടീച്ചിങ് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ആ ടീച്ചിങ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡിലൂടെ ഈ സന്ദേശം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മോശ നൽകിയ അപ്പം ശരീരത്തിനുള്ളതായിരുന്നെങ്കിൽ യേശു നൽകുന്ന അപ്പം നമ്മുടെ ആത്മാവിൻ്റെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും മുഴുവൻ നിത്യജീവന് വേണ്ടിയുള്ള അപ്പമാകുന്നു. മോശ നൽകിയ അപ്പവും യേശു നൽകുന്ന അപ്പവും തമ്മിലുള്ള വ്യത്യാസം പലതും നമ്മൾ കണ്ടു. ഒന്ന്, മോശ നൽകിയത് ഭൗതികമായ ആഹാരമാണ്, യേശു നൽകുന്നത് ആത്മീയമായ ആഹാരമാണ്. മോശ അവിടെ എല്ലാ ദിവസവും എല്ലാവർക്കും വേണ്ടി മഴ പെയ്യുന്നത് പോലെ മന്ന പൊഴിച്ചു കൊടുത്തു. എന്നാൽ ഇവിടെ എല്ലാവർക്കും കൂടെ ഒറ്റ അപ്പമേ ഉള്ളൂ, യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പം. ഒരൊറ്റ അപ്പം മാത്രമേ ഉള്ളൂ. മോശെ നൽകിയ അപ്പം ഭക്ഷിച്ചവർ മരിച്ചു. എന്നാൽ യേശു നൽകുന്ന അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അതിൻ്റെ ശേഷമുള്ള വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 54 മുതൽ വായിക്കാം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ അന്ത്യനാളിൽ അവനെ ഉയർപ്പിക്കും.
ഉയർക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ യേശു എന്ന അപ്പം, ജീവന്റെ അപ്പം ഭക്ഷിക്കണം. എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. ആത്മാവിൻ്റെ ആഹാരമാണ് യേശുവിൻ്റെ മാംസം, ആത്മാവിൻ്റെ പാനീയമാണ് യേശുവിൻ്റെ രക്തം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഒരു ഡീപ്പ് ഇൻറ്റൻസ് ഇൻറ്റിമേറ്റ് ഫെലോഷിപ്പ്, കൂട്ടായ്മ യേശുവുമായി ഉണ്ടാകും. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളും ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഈ യേശു മാംസം തിന്നണമെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഐ ആം കമ്മിങ് ടു ദാറ്റ്. നമുക്ക് ആ കൺക്ലൂഷനിലേക്ക് വരാം. എന്നാൽ അടുത്ത ചില വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് വായിക്കാം. ജീവിക്കുന്ന പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിനാൽ ജീവിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. 58-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. നമ്മുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തു, എന്നാൽ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനഹൂമിലെ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പ്രകാരം പ്രസ്താവിച്ചു. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ 60-ാമത്തെ വാക്യം, ഇത് കേട്ടിട്ട് ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഇത് കഠിനമായ വാക്ക്, ഇത് സ്വീകരിക്കാൻ ആർക്ക് കഴിയും? ശിഷ്യന്മാർ ഇതേക്കുറിച്ച് പിറുപിറുക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് യേശു അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാക്കുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ആയിരിക്കുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കാണുന്നുവെങ്കിലോ. 63-ാമത്തെ വാക്യം നിങ്ങളുടെ ബൈബിളിൽ അടിവരയിടുക, അണ്ടർലൈൻ ചെയ്യുക. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ജീവനും ആത്മാവും ആകുന്നു. ഞാൻ സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ജീവനും ആത്മാവും ആകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദ്യവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് വചനം മാംസമായി തീർന്നു. ദൈവത്തിൻ്റെ വചനം മാംസമായി ഈ ഭൂമിയിലേക്ക് വന്നു. അതാണ് യേശുവിൻ്റെ ശരീരം. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ശരീരം റെപ്രസെൻ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനത്തെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ജീവനുമുണ്ട്, ആത്മാവുമുണ്ട്. സോ എൻ്റെ ശരീരം ഭക്ഷിക്കുക, ഈറ്റ് മീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ വചനങ്ങൾ ഭക്ഷിക്കുക, യേശുവിൻ്റെ വചനങ്ങൾ നമ്മുടെ അകത്തേക്ക് സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിൻ്റെ കൈകാലുകളിൽ നിന്ന് മാംസം എടുത്ത് ഭക്ഷിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ വചനങ്ങൾ, അതാണ് യേശുവിൻ്റെ മാംസം. വചനം മാംസമായി തീർന്നു, അതാണ് യേശുവിൻ്റെ ശരീരം. ആ യേശുവിൻ്റെ ശരീരം കാണിക്കുന്നത് യേശുവിൻ്റെ വചനത്തെയാണ്, ദൈവത്തിൻ്റെ വചനത്തെയാണ്. ദൈവത്തിൻ്റെ വചനം ദിവസവും നമ്മൾ ഭക്ഷിക്കുമ്പോൾ അത് യേശുവിൻ്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ്. അതല്ലാതെ അക്ഷരീകമായി യേശുവിൻ്റെ മാംസം കഴിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. 6-ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ 67-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എല്ലാവരും എന്നെ വിട്ടുപോയി, നിങ്ങൾക്കും പോയിക്കൂടെ? അതിന് 68-ാമത്തെ വാക്യത്തിൽ ശിമോൻ പത്രോസ് അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ, അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിത്യജീവൻ്റെ മൊഴികൾ, വചനങ്ങൾ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. അതേ യേശു ഉദ്ദേശിച്ചുള്ളൂ. കൺക്ലൂഷൻ, യേശു പറയുകയാണ്, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ദൈവത്തിൻ്റെ വചനം, യേശുവിൻ്റെ വചനം ആർത്തിയോടെ ഭക്ഷിക്കുക. ആർത്തിയോടുകൂടെ അത് ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് അതിൽ ജീവനും അതിനകത്തുള്ളത് എല്ലാ പോഷകങ്ങളും ആത്മാവിലേക്ക് വന്ന് നാം നിത്യജീവന് വേണ്ടി പ്രാപ്തരായി മാറും. തുടർന്ന് നമുക്ക് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബ്രദർ, ഈ ആൻറ്റിയുടെ പേര് ലാലി, പുനലൂർ എന്നാണ് ആൻറ്റി വരുന്നത്. ഇപ്പോൾ
പുനലൂരിൽ നിന്ന് ഇത് അറ്റൻഡ് ചെയ്യാൻ വരുവാണ്. മൈ ഗോഡ്. പുനലൂരിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നു, പുനലൂരിൽ നിന്ന് കോട്ടയത്ത് അറ്റൻഡ് ചെയ്യാൻ വന്നു. അതുകൊണ്ടായിരിക്കണം പുനലൂരിൽ ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക്. ഓക്കെ. അന്ന് ആൻറ്റി മാമൻ മാപ്പിള ഹോളിൽ വന്നപ്പോൾ തൻ്റെ മകളുടെ വിഷയമായി വളരെ ഭാരപ്പെട്ടാ വന്നത്. തൻ്റെ മകൾ ഡൈവേഴ്സിന്റെ വക്കിൽ നിൽക്കുകയായിരുന്നു, മൂത്ത മകൾ. അന്ന് അവിടെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ ഇപ്രകാരം ചോദിച്ചു, മരുമകൻ മടങ്ങി വന്നാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ആൻറ്റി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അന്ന് താൻ വീട്ടിൽ മടങ്ങിയെത്തപ്പോൾ 7 മണിയായപ്പോൾ തൻ്റെ മരുമകൻ അടൂര് താമസിക്കുന്നവനാ, അവൻ അന്ന് വീട്ടിൽ വന്നേക്കുന്നു. ഡൈവേഴ്സിന് അവർ പേപ്പറെല്ലാം നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരുമകൻ മടങ്ങി വന്നു, അവൻ യോജിച്ചു പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ തൻ്റെ ഇളയ മകളുടെ വിവാഹവും വളരെ ആൻറ്റി വിഷമത്തിലായിരുന്നു അത് നടക്കാനും. അതും കർത്താവ് ഇവർക്ക് അതിനുള്ള വഴി തുറന്നു. മകൾ ഇന്ന് വിവാഹം കഴിഞ്ഞിട്ട് 1 മാസമായി. 1 മാസം വിവാഹവും നടന്നു. എത്ര മക്കളാണുള്ളത്? 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞു. ഒരു മകളുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി, അത് മാറ്റിക്കൊടുത്തു. ഈ സാക്ഷ്യം കാണുമ്പോൾ പല വീടുകളിലും ഇതുപോലെ വിടുതൽ ഉണ്ടാകാൻ പോകുകയാണ്. വിവാഹ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന പേപ്പറുകൾ നീക്കിയിട്ടുള്ളവർ ആ പേപ്പർ കീറിക്കളഞ്ഞ് യേശുവിൽ ഒന്നായി ജീവിക്കാൻ തീരുമാനമെടുക്കും. എത്ര പേർ കൈകൾ ഉയർത്തി ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും? കർത്താവേ, വിവാഹ മോചനത്തിലേക്ക്, കുടുംബ തകർച്ചയിലേക്ക് പോകുന്നവർക്കായി ഈ അമ്മയോട് ചേർന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വീടുകളിൽ അത്ഭുതമുണ്ടാകട്ടെ, കലഹങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഡിസഗ്രിമെന്റ്സ് മാറിപ്പോകട്ടെ. ആ ഭവനങ്ങളിൽ യോജിപ്പുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ഈ സഹോദരിയെ അനുഗ്രഹിച്ചു വിടുന്നു. ദൂരങ്ങൾ യാത്ര ചെയ്ത് ഇവൾ വന്നല്ലോ വിശ്വാസത്താൽ. ദൈവം അവളുടെ കണ്ണീർ കണ്ട് അത്ഭുതം ചെയ്തതിനായി നന്ദി. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഷാലു ഐപ്പൻ ഫാമിലിയോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. ഈ ആഴ്ചയിൽ വ്യാഴാഴ്ച പുനലൂര്, വെള്ളിയാഴ്ച കോഴഞ്ചേരിയിലും ശനിയാഴ്ച തിരുവനന്തപുരത്തും മീറ്റിംഗ് നടക്കുകയാണ്. ഇതിന് ശേഷമുള്ള എൻ്റെ അനൗൺസ്മെൻറ്റ്സ് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ വന്നു ചേരുക. നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് തൊടുന്നതിനായി നന്ദി. സൂസൻ എന്നു പേരുള്ള ഒരു സഹോദരി കർത്താവ് വ്യക്തമായി എന്നെ എടുത്ത് കാണിക്കുന്നത്, ആ സഹോദരി കർത്താവ് ഒരു പ്രത്യേകമായ കർത്താവിൻ്റെ മനസ്സലിവും കൃപയും ആ സഹോദരിയിലേക്ക് ഒഴുകുന്നു. പല പ്രശ്നങ്ങളിൽ വല്ലാതെ കുഴഞ്ഞിരിക്കുന്ന രോഗങ്ങൾ ഒരു ഭാഗത്ത്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ വേറൊരു ഭാഗത്ത്, പലതിനെക്കുറിച്ച് വറീഡായിട്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, അതിൽ എല്ലാത്തിലും കർത്താവ് മോചനം തരും. എന്നാൽ മാർത്തയോട് യേശു പറഞ്ഞതുപോലെ അല്പമേ വേണ്ടു, ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശുവിൻ്റെ കാര്യങ്ങൾ, വചനങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി സൗഖ്യവും ആശ്വാസവും പ്രാപിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിവിധ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, സ്പോണ്ടിലൈറ്റിസ് സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നുകൊണ്ടിരിക്കുന്ന, തളർന്നു എന്ന് തോന്നുന്ന ആ വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഫാദർ. ഇൻറ്റേർണൽ ഓർഗൻസിന്, ആന്തരിക അവയവങ്ങൾക്ക് സാരമായി തകരാറുകൾ സംഭവിച്ച ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗോൾ ബ്ലാഡർ, അതിന് പഴുപ്പോ പ്രശ്നങ്ങളോ വന്നിട്ടുള്ള ചില വ്യക്തികളെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യൂറിനറി ബ്ലാഡർ, അതിന് എന്തൊക്കെയോ പഴുപ്പും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോൺ മാറിപ്പോകട്ടെ. ഫിസ്റ്റുല യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ രോഗങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വലിയൊരു വിടുതൽ ഇപ്പോൾ കർത്താവെ ജനങ്ങളിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയും. തുടർന്നുള്ള ഇതിൻ്റെ അവസാനം വരെ, ഈ എപ്പിസോഡ് തീരുന്നത് വരെ ഇത് കാണണം. കാരണം പ്രധാനപ്പെട്ട ചില അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ഇനി ഇതിന് ശേഷം നിങ്ങൾ കേൾക്കും. ഗോഡ് ബ്ലെസ് യു. നാളെ ദ 7 AM ഓഫ് ക്രൈസ്റ്റ് നമ്മൾ തുടരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം,
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ പൗലോസ്, ബി യേശു, സി പത്രോസ്, ഡി യോഹന്നാൻ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ തെരഞ്ഞെടുത്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന നല്ലൊരു അടിപൊളി സമ്മാനം നിങ്ങൾക്കായി അയച്ചു തരുന്നതാണ്. ബൈബിൾ ന്യൂയിലൂടെ ഇനി വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 4222 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.